ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആലിമീങ്ങൾക്ക് ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്ന സമയത്താണ് ആ ദർസിലേക്ക് ഒരു പരിചാരികയായ പെണ്ണ് കടന്നു വന്ന് പറയുകയാണ്, തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. മഹാനായ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു മക്കയിലെ പള്ളിയിൽ ദർസ് നടത്തുന്ന സമയത്താണ് തന്റെ അടിമപ്പെണ്ണിൽ നിന്നൊരു പെണ്ണ് വന്നുകൊണ്ട് പറയുകയാണ്, തങ്ങളെ പ്രിയപ്പെട്ടവളെ പ്രസവിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. മഹാനവറുകൾ ഉടനെ തന്നെ ശുക്രിന്റെ സുജൂദ് ചെയ്യുകയാണ്. ഒരു സന്തോഷ വാർത്ത ലഭിച്ചാൽ അല്ലാഹുവിന് നമ്മൾ ശുക്രിന്റെ സുജൂദ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഭാര്യ പ്രസവിച്ചു എന്ന വാർത്ത അറിഞ്ഞാൽ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം അല്ലാഹു നമുക്ക് തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ശുക്രിന്റെ സുജൂദ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പ്രസവിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ മസ്ജിദുൽ ഹറാമിലെ മഹാനവറുകൾ ശുക്രിന്റെ സുജൂദ് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമായി. കാരണം ഭാര്യ പ്രസവിച്ചു എന്ന വാർത്ത കേൾക്കുന്നത് ഇൽമിന്റെ മജ്ലിസിൽ നിന്നാണ്. ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തിന്റെ മജ്ലിസാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അല്ലാഹുവേ, മഹാനായ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദർസ് മുടക്കാൻ പാടില്ലല്ലോ. വാർത്ത പറയാമെന്ന പെണ്ണിനോട് പറഞ്ഞ, പെണ്ണെ, നീ വീട്ടിലേക്ക് തന്നെ മടങ്ങുക, നീ വീട്ടിലേക്ക് തന്നെ മടങ്ങുക. എന്റെ പ്രിയപ്പെട്ടമാരെ പ്രസവിച്ചത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? പെൺകുഞ്ഞാണ് തങ്ങളെ. നിങ്ങളെ ഭാര്യ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണ് നബിയെ തങ്ങളെ. കാണാൻ അഴകുള്ള ഒരു സുഗന്ധമുള്ള പൊന്നുമോളാണ് തങ്ങളെ. ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ആ പൊന്നുമോൾക്ക് നിങ്ങൾ നഫീസ എന്ന പേര് വെക്കുക. ഞാൻ വീട്ടിലേക്ക് പിന്നെ വരാൻ കാരണം ഇവിടെ ദർസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെണ്ണെ, നീ വീട്ടിൽ ചെന്നുകൊണ്ട് വിഷയം പറയണോ, എന്റെ പൊന്നുമോൾക്ക് നഫീസ എന്ന പേര് പറയണേ. അൽഹംദുലില്ലാഹ്, ആ പ്രിയപ്പെട്ട പരിചാരികയായ പെണ്ണ് വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ മഹാനായ ഹസനുൽ അൻവർ എന്ന പ്രിയപ്പെട്ട നഫീസ ബിയുടെ പ്രിയപ്പെട്ട വാപ്പ ചെയ്തത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്ന മക്കളാവണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യണേ. നമ്മുടെ മക്കളെ നന്നാവാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. പ്രിയപ്പെട്ടവരെ, ദുആഉൽ വാലിദി ലി വലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ഉണ്ടല്ലോ, ആ ദുആ മക്കളെ നന്നാവാറുള്ള ഏറ്റവും വലിയ കാരണമാണെന്ന് നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു ഭാര്യ പ്രസവിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയാ. ആ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അംബിത്നാ നബാതൽ ഹസനാ വതഖബ്ബൽഹാ ഖബൂലൻ തയ്യിബാ വജഅൽഹാ മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, ഒരു വല്ലാത്ത സന്തോഷ വാർത്തയാണ് ഞാൻ കേട്ടതല്ലോ. എന്റെ ഭാര്യ പ്രസവിച്ചു എന്നത് എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ എന്റെ ഭാര്യ പ്രസവിച്ച വാർത്ത ഞാൻ അറിയുന്നത് എപ്പോഴാ? ഈ മസ്ജിദുൽ ഹറാമിൽ മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അത് വല്ലാത്ത സന്തോഷമാണ്, അത് വല്ലാത്ത ആഹ്ലാദമാണ്. അതുകൊണ്ട് റബ്ബേ, അല്ലാഹുമ്മ അംബിത്നാ നബാതൽ ഹസനാ, നീ എനിക്ക് തന്നത് പൊന്നുമോളല്ലേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഏത് മക്കളെ തന്നാലും ആദ്യം നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഭാര്യ പ്രസവിച്ച ഉടനെ ആൺകുഞ്ഞാണെന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടേണ്ട, ഇതും പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടേണ്ട. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് ഖൈറായ മക്കളെയാണ് തരുന്നത്, മറക്കല്ലേ. അല്ലാഹു നിങ്ങൾക്ക് ഖൈറായ മക്കളെയാണ് തരുന്നത്, മറക്കല്ലേ.
അതുകൊണ്ടല്ലേ നഫീസ ബീവിയുടെ പ്രിയപ്പെട്ട വാപ്പ ദുആ ചെയ്യുകയാണ്, എനിക്ക് നീ തന്നതൊരു പൊന്നുമോളാണ്, എനിക്ക് സന്തോഷമാണ്. അല്ലാഹുമ്മ അംബിത്നാ നബാതൻ ഹസനാ വതഖബ്ബൽഹാ ഖബൂലൻ തയ്യിബാ. എന്റെ നഫീസാനെ നീ സ്വീകരിക്കണേ അല്ലാ, എന്റെ നഫീസാനെ നീ സ്വീകരിക്കണേ അല്ലാ, എന്റെ പൊന്നുമോളെ നഫീസയെ നീ കബൂലാക്കണേ അല്ലാ. വജഅൽഹാ മിൻ ഇബാദിക സ്വാലിഹീൻ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നഫീസയുണ്ടല്ലോ, വജഅൽഹാ മിൻ ഇബാദിക സ്വാലിഹീൻ. എന്റെ നഫീസാനെ നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, പ്രസവിക്കപ്പെട്ട് വീണ ഉടനത്തുള്ള മക്കൾക്ക് വേണ്ടി അല്ലാഹുവേ ശുക്രന്റെ സുജൂദ് ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് പ്രിയപ്പെട്ട വാപ്പ ദുആ ചെയ്തു കഴിഞ്ഞാ ആ മക്കളെ പിന്നെ അല്ലാഹുവിനുള്ള പൊരുത്തമുള്ള മക്കളാകുമെന്ന് നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വാപ്പച്ചി അങ്ങനെ ദുആ ചെയ്തത്. മാത്രമല്ല, വഔലിയാഇകൽ മുഖർറബീൻ അല്ലദീന തുഹിബ്ബുഹും വയുഹിബ്ബൂനക. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ എന്റെ പൊന്നുമോളെ ഉൾപ്പെടുത്തണേ നാഥാ. നീ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാരെ, നീ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാരെ, നീ ഇഷ്ടപ്പെടുന്ന നിന്നെ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ എന്റെ നഫീസാനെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പ്രിയപ്പെട്ട മാപ്പ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജഅൽഹാ മഅദനിൽ ഫളി വമംബതൽ ഖൈരി വമസ്ദറൽ ബിർരി വമശ്രികൽ ഹിദായത്തി വന്നൂർ. اللهم اجعلها نفيسة العلم وعظيمة العلم يا الله. ഒരു നല്ലൊരു കുസുമമായിട്ട് എന്റെ പൊന്നുമോളെ സ്വീകരിക്കണേ അല്ലാ. ഒരു നന്മയുടെ ഉറവിടമായിട്ട് എന്റെ നഫീസാനെ സ്വീകരിക്കണേ അല്ലാ. എന്റെ മകളെ സ്വാലിഹത്താക്കണേ അല്ലാ, എന്റെ നഫീസാനെ കബൂലാക്കണേ അല്ലാ എന്ന് പ്രിയപ്പെട്ട നഫീസ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട വാപ്പച്ചി മക്കയിലെ മനോഹരമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ദുആ ചെയ്തതാണ്. അങ്ങനെ ദുആ ചെയ്ത് അല്ലാഹു നൽകിയ പൊന്നുമോളാണ് മഹ്ദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നഫീസ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ച ഉടൻ തന്നെ വാപ്പച്ചി പള്ളിയിൽ ചെന്ന് ദുആ ചെയ്തതാണ്. അപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ ഈ മഹദിമാരുടെ ചരിത്രം പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. ഇതൊക്കെയാണ് അവർ ഉന്നതമായ പദവിയിലെത്താനുള്ള കാരണം. നമ്മുടെ ഭാര്യ പ്രസവിച്ചാൽ, നമ്മുടെ മക്കൾ, അവർക്ക് ഒരു കുഞ്ഞു മക്കളുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? പള്ളിയിൽ ചെന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. കാരണം അങ്ങനെ ദുആ ചെയ്തത് കൊണ്ടാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ വലിയ പദവിയിലെത്തിയത്. അങ്ങനെ